ഇവിഎമ്മുകളെ കുറിച്ചുള്ള പ്രതിപക്ഷവാദങ്ങളെ തള്ളി ബി.ജെ.പി. ഇവിഎമ്മുകളെ കുറിച്ചുള്ള പ്രതിപക്ഷ അവകാശവാദങ്ങളെ നിശിതമായി വിമർശിച്ചാണ് ബി.ജെ.പി. രംഗത്ത് വന്നത്. പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ഇവിഎമ്മുകളെ കുറ്റപ്പെടുത്തുന്നതിനെതിരെ ബി.ജെ.പി. എം.പിയായ ദിനേശ് ശർമ്മയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം പരാജയം എങ്ങനെയാണ് എന്ന് സ്വയം വിശകലനം ചെയ്യണം. അതായത് പ്രതിപക്ഷ നേതാക്കൾക്ക് ജനവിധി നഷ്ടപ്പെട്ടു, എന്നാൽ വോട്ടർമാർ അവരോട് അസ്വസ്ഥരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നേതാക്കൾ സ്വയം വിശകലനം ചെയ്യുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. പരാജയ സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ ഇവിഎമ്മുകളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ പ്രസ്താവനയിൽ നിന്ന് പ്രതിപക്ഷം പഠിക്കണം. പ്രതിപക്ഷ നേതാക്കൾക്ക് ജനവിധി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അവർ സ്വയം വിശകലനം ചെയ്യില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SC, ST, OBC, ദരിദ്ര സമുദായങ്ങളിൽ എന്നിവരുടെ വോട്ടുകൾ പാഴാക്കപ്പെടുന്നു എന്നാരോപിച്ച് തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റി ബാലറ്റ് പേപ്പറുകൾ സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ വിമർശിച്ച് നിരവധി BJP നേതാക്കൾ അടക്കം രംഗത്തും വന്നിരുന്നു. വരും തിരഞ്ഞെടുപ്പുകളിൽ EVM വേണ്ട എന്നും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാൻ ഭാരത് ജോഡോ യാത്ര പോലെ രാജ്യവ്യാപക ക്യാമ്പയിൻ പാർട്ടി നേതൃത്വം കൊണ്ടുവരണമെന്നും ഭരണഘടനാ വാർഷിക ദിനത്തിൽ രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തിയത്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ്, NCP, ശരത് പവാർ പക്ഷം നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി സഖ്യം സമ്പൂർണ്ണമായി തകർന്ന് BJP, ശിവസേന, ഷിൻഡെ, NCP, അജിത് പവാർ സഖ്യം നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു EVM തിരിമറി ആരോപണം വീണ്ടും ഉയർന്നു വരുന്നത്. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ EVM തകരാറിലാകുകയും ജയിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് മാറുകയും ചെയ്യുന്ന എന്തുകൊണ്ടാണ് എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. EVM ഒഴിവാക്കി ബാലറ്റ് പേപ്പർ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ ചോദ്യം വന്നത്. അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ VVPAT യൂണിറ്റുകളുടെ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മഹാവികാസ് അഘാഡി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉദ്ധവ് വിഭാഗം ശിവസേനയുടെയും കോൺഗ്രസിന്റെയും ശരത് പവാർ വിഭാഗം NCPയുടെയും പല സ്ഥാനാർത്ഥികളും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. പാർട്ടിയുടെ പരാജയപ്പെട്ട പല സ്ഥാനാർത്ഥികളിൽ നിന്നും പരാതികൾ ഉദ്ധവ് താക്കറെ കേട്ടിരുന്നു. കഴിഞ്ഞ 9 തവണയായി വിജയിച്ചതാണ് എന്നും മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയുന്ന തനിക്ക് പരാജയത്തിൽ സംശയം തോന്നുന്നതായും മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലാസാഹിബ് പറഞ്ഞു. മുംബൈയിലെ ചന്ദിവാലി അസംബ്ലി മണ്ഡലത്തിന് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് ആരിഫ് നസീം ഖാൻ ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തിയിരുന്നു. EVMകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നാണ് പാർട്ടിയുടെ പല പ്രവർത്തകരും സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.